ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴെന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പിലും താഴെയായിട്ട് തുവരപ്പരിപ്പും പിന്നെ കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 1 ടീസ്പൂണൊക്കെ ഓയിലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്കൊരു അരക്കപ്പിലും താഴെയായിട്ട് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി കളയുകയോ കളയാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ തൊലി ഉള്ളത് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പിലും താഴെയായിട്ട് നമ്മുടെ സാധാരണ തോരൻ പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പ്, അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്, അടുക്കി പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പം കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ നിലക്കടലയുടെ ഈ തുവരപ്പരിപ്പിന്റെയൊക്കെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു സമയം വരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കണേ. ഇപ്പൊ ദാണ്ട ഞാൻ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പൊ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സമയം വരെ കൈവിടാതെ ചെറിയ തീയിലിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോഴിതൊരു വലിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ പകുതി എടുത്തത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മൊത്തം എടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരിട്ട് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കുറവും അറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ആകെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അതാണ് ഇതുപോലെ ഞാൻ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ റെഡി ആയിട്ടോ. അപ്പോൾ ഒരു പാൻ, അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇത് നല്ല പോലെ അങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ചാലും കുറച്ചും കൂടെ അങ്ങ് കുറുകി കിട്ടും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നല്ലപോലെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ദാണ്ടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും മതിയാവും വെള്ളം. നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അധികം വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വേണ്ടി വരും. എനിക്കിതാണ്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങോട്ട് തിളയ്ക്കും തോറും ഇതങ്ങോട്ട് തിക്കാവും. കാര്യം നമ്മളിതിലേക്ക് നമ്മുടെ തുവരപ്പരിപ്പും
നിലക്കടലയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിക്കായി വരും. ഇപ്പോൾ ദാണ്ടെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. പിന്നെ തുവരപ്പരിപ്പ് വെച്ചിട്ട് ചട്നി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് ഇനി അഭിപ്രായം പറയാൻ ഒട്ടും വെയിറ്റ് മറക്കരുത്. ചെയ്യാതെ പിന്നെ ചൂട് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എക്സ്ട്രാ ഒരു 2 3 ദോശ അറിയാതെ അങ്ങ് ഇറങ്ങിപ്പോവും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നിലക്കടലയുടെ ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നിലക്കടല ഇഷ്ടമല്ലാത്തവർ ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ചട്നി ഇഷ്ടമാവുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.